പത്തനംതിട്ടയിൽ നിന്നും ഒരു കൗതുകമുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. വനിതാ SIക്ക് SP-യുടെ വക ഇമ്പോസിഷൻ. പത്തനംതിട്ടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഭാരതീയ ന്യായ സംഹിത സംബന്ധിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാത്തതിനെ തുടർന്നായിരുന്നു SP-യുടെ ഈ നടപടി വന്നത്. വെള്ളക്കടലാസിൽ ഇമ്പോസിഷൻ എഴുതി മെയിൽ ചെയ്യണമെന്നായിരുന്നു SP-യുടെ ഉത്തരവ്. CK അഭിലാലാണ് നമ്മുടെ കൂടെ ഉള്ളത്. അഭിലാൽ, അറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയമൊക്കെ കൊടുത്താൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഭാരതീയ ന്യായ സംഹിത പലവിധ കാര്യങ്ങളൊക്കെ പഠിച്ചു വരാൻ കുറച്ചുകൂടി സമയം എടുക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്രയും പേരുടെ മുന്നിൽ വെച്ചൊരു റിപ്പോർട്ടൊക്കെ കൊടുക്കുന്ന മീറ്റിങ്ങിനിടയിലാണ് എന്ന് തോന്നുന്നു. അതിനിടയിൽ അത്രയും പേരുടെ മുന്നിൽ വെച്ചൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു അമർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പോലീസ് സേനയിൽ നിന്ന് വരെ അതൃപ്തി പുകയുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും എംബോസിഷൻ എഴുതി കൊടുത്തു അല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ പൂജ ഇമ്പോസിഷൻ എഴുതിയിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് കോളേജിലോ സ്കൂളിലോ വെച്ച് അവസാനിച്ചു എന്നുള്ളതാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അതല്ല എന്നുള്ളത് ഇന്ന് ഈ സംഭവം പുറത്തു വന്നതോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി കൂടൽ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള വനിതയ്ക്കാണ് ഇത്തരത്തിലൊരു ശിക്ഷണ നടപടി നിർദ്ദേശിച്ചത്. 5 ദിവസം മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വിവരങ്ങൾ പുറത്തു വരുന്നത് ഇന്ന് മാത്രമാണ് എന്നുള്ളതാണ്. രാവിലെ 8 മണിക്ക് എല്ലാ പോലീസ് സ്റ്റേഷനിലെയും ചാർജുള്ള ഉദ്യോഗസ്ഥരുമായി SP നേരിട്ട് ഓൺലൈനിൽ മീറ്റിംഗ് നടത്താറുണ്ട്. അപ്പോൾ പിന്നിട്ട 24 മണിക്കൂറിനിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ, രജിസ്റ്റർ ചെയ്ത കേസുകൾ, അതിൻ്റെ അന്വേഷണത്തിൻ്റെ പുരോഗതി എന്നിവ ഓരോ ഉദ്യോഗസ്ഥനും വിശദീകരിക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യോഗത്തിൻ്റെ പൊതുവായ സ്വഭാവം. അങ്ങനെ വന്ന ഘട്ടത്തിൽ കലഞ്ഞൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു കേസിൻ്റെ വിശദാംശങ്ങൾ വനിതാ സബ് ഇൻസ്പെക്ടർ പങ്കുവയ്ക്കുന്നു. അപ്പോൾ ആ വിഷയത്തിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഏത് വകുപ്പ് ഉൾപ്പെടുത്തും, എന്തായിരിക്കും അതിൻ്റെ തുടർ നടപടി എന്നുള്ള SP-യുടെ അന്വേഷണത്തിന് കൃത്യമായ മറുപടി നൽകാൻ വനിതാ സബ് ഇൻസ്പെക്ടർക്ക് കഴിയാതെ വരികയാണ്. അങ്ങനെ ഇന്ന വകുപ്പാണ് അതിന് ചുമത്തേണ്ടത് എന്ന് നിർദ്ദേശിക്കുകയും ഇത് വെള്ളക്കടലാസിൽ പലതവണ എഴുതി തനിക്ക് മെയിൽ ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 20 തവണ വനിതാ സബ് ഇൻസ്പെക്ടർ വെള്ളക്കടലാസിൽ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എഴുതി മൊബൈൽ ഫോണിൽ ചിത്രം പകർത്തി SP-ക്ക് മെയിൽ ചെയ്തു എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. എന്നാൽ ഈ വിഷയത്തിൽ SP-യുടെ പ്രതികരണം വന്നപ്പോൾ അദ്ദേഹം വളരെ കൗതുകത്തോടു കൂടിയും അതോടൊപ്പം തന്നെ ഹാസ്യരൂപേണയുമാണ് പ്രതികരിച്ചത്. കാരണം പോലീസ് സേനയിൽ ഇത് ഒരു പുതിയ സംഭവമാണെന്ന് ഒരുപക്ഷെ നിങ്ങളുടെ അറിവായിരിക്കാം. എന്നാൽ ഇത് പലതവണ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഇമ്പോസിഷൻ എന്നുള്ള ഒരു ഓമന പേരിൽ നിങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നതിനോട് അദ്ദേഹത്തിന് യോജിപ്പില്ല എന്ന് പറയുന്നു. 2 തവണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അകത്ത് സംഭവമൊന്നുമല്ല, പഠിക്കാനൊക്കെ വേണ്ടിയിട്ടല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തായാലും സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് എംബോസിഷൻ എഴുതണം. ഒരു ജോലി കിട്ടി പോലീസിൽ വന്നപ്പോൾ അതിൽ എംബോസിഷൻ എഴുതണം. വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെയാണ്. ശരി അഭിലാലെ.